ശ്രീ പദ്ധതിയും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകളും ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ നീക്കങ്ങളൊക്കെ തുടരുമ്പോൾ CPI അവഗണിക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് CPM കേന്ദ്ര നേതൃത്വം നൽകുന്നുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കില്ല എന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ PM ശ്രീ പദ്ധതി അത് നടപ്പാക്കാൻ കേരളം നേരത്തെ തന്നെ ശ്രമിച്ചിരുന്നു എന്നതിന് തെളിവായി കേന്ദ്രത്തിന് അയച്ച കത്ത് ഇന്ന് പുറത്തു വന്നു. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര പദ്ധതിയായ PM ശ്രീ അംഗീകരിക്കാതെ മറ്റു വഴിയില്ലെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. പക്ഷേ CPIയെ പിണക്കാനും വയ്യ. CPI എതിർപ്പ് നിലനിൽക്കുമ്പോഴും പദ്ധതി നടപ്പാക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് സർക്കാർ. അതിനിടെയാണ് CPIയെ അവഗണിക്കില്ലെന്ന CPM കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. CPI ഈ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും കഴിയും. അവർ ചർച്ച ചെയ്തൊരു അഭിപ്രായം രൂപീകരിച്ച് കഴിയുമ്പം അതിലെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ അതോ അത് തന്നെ അംഗീകരിക്കാവുന്നതാണോ എന്ന് പിന്നെ CPMന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് തീരുമാനിക്കാൻ കഴിയും. CPI എതിർപ്പിനെ കുറിച്ച് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ഇങ്ങനെ. എന്നാൽ PM ശ്രീയെ പരസ്യമായി എതിർത്തപ്പോഴും 2024 തന്നെ MOU ഒപ്പിടാൻ സർക്കാർ തയ്യാറായിരുന്നുവെന്ന് കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ അധ്യയന വർഷം തന്നെ പദ്ധതിയിൽ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് കാണിച്ച് വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കേന്ദ്രത്തിന് കത്തയച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.